ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻസിന് കൊടുക്കുന്ന കുറച്ച് റിപ്ലൈ നമ്മൾ ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മളെ ചാനലിൽ വരുന്ന ഇവളെ പറ്റി എന്നെ പറ്റി വരുന്ന കുറച്ച് നെഗറ്റീവ് കമൻസ് ഉണ്ട്, കണ്ടിന്യൂസ്ലി വരുന്ന സാധനം. സോ അതിന് പറ്റിയ കുറച്ച് റിപ്ലൈ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അൺബോക്സിംഗ് ഡൂഡിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് റിയാക്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആളുടെ പ്രാങ്ക് വീഡിയോസിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു ഞാൻ. മെയിനായിട്ട് ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ട്, കാരണം ഐ ടു ഹാവ് എ ബ്രദർ. അതുകൊണ്ട് തന്നെ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ട് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ വീഡിയോയിലൂടെ. അങ്ങനെയാണ് ഞാൻ ബേസിക്കലി കണ്ടത്. അപ്പം അങ്ങനെ പിന്നെ അതിങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്നു, ആള് പ്രണയത്തിലാവുന്നു, അത് പിന്നെ ഒരു കല്യാണത്തിലോട്ട് പോകുന്നു, കല്യാണം കഴിയുന്നു, വൈഫ് വരുന്നു, പിന്നെ അങ്ങോട്ട് പെങ്ങളുടെ പ്രസൻസ് യൂട്യൂബ് ചാനലിൽ കുറയുന്നു, പെങ്ങൾ തീരെ വീഡിയോയിൽ വരാണ്ടാവുന്നു, ഇവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നു, ആ ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളിലൊന്നും പെങ്ങൾ മിസ്സാവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെങ്ങൾ വേറൊരു ചാനൽ തുടങ്ങുന്നു, പെങ്ങൾ അതിൽ ആക്റ്റീവ് ആവുന്നു, ഇതിൽ തീരെ വരുന്നില്ല എന്നാൽ അതിൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പരുവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വളരെ സൈലൻ്റായി പോവുകയാണെങ്കിലും ഇവർക്ക് പുറകു കൂടി ഈ പൊങ്കാലകൾ വരും എന്ന് പറഞ്ഞാൽ കോമണാണ്. ഈ അടുത്ത് തന്നെ ആൽഫി എന്ന് പറയുന്ന ആൾ എന്ന് വെച്ചാൽ ഈ ഡ്യൂഡിൻ്റെ വൈഫ് ഒരു പ്രാങ്ക് ഒക്കെ ചെയ്തിരുന്നു, പ്രഗ്നൻസി പ്രാങ്ക്. അപ്പോൾ അതൊക്കെ തന്നെ കുറേ ആൾക്കാരെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും സംസാരിക്കണമെന്ന് കരുതിയൊരു വിഷയമാണ്. തിരക്കുകൾ മൂലം എൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് വിട്ടുപോയി. എന്നാൽ ഈ ഒരു സാധനം കണ്ട സമയത്ത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഇവരുടെ യൂട്യൂബ് ചാനലിൽ നിരന്തരമായിട്ട് നെഗറ്റീവ് കമൻറ്റുകളുടെ ഒരു പൊങ്കാലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പൊങ്കാലകളിലോട് ഇവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. തീരെ ക്വസ്റ്റ്യൻ ഇല്ല, കമൻസ് നെഗറ്റീവ് കമൻ്റ് ആണ്. നമ്മൾ തമ്മിൽ തീരെ മാച്ചില്ല, നിങ്ങൾ സെറ്റല്ല, ഇവള് ഭയങ്കര ഏജാണ്, ഞാൻ ഭയങ്കര കുട്ടിയാണ്, എനിക്ക് വേറെ ഗേൾസ് മതി, എന്തിനാ അവളെ കല്യാണം കഴിച്ചു, എന്തൊക്കെയോ കമൻസുകൾ. അപ്പം അൽഫി, നിനക്കെന്താ ഇങ്ങനത്തെ കമൻറ്റ് പറയുന്നവരോട് പറയാനുള്ളത്? ഇവരുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരറിയാം, ഞാൻ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ബേസിക്കലി ഈ ഡ്യൂഡ് എന്ന് പറയുന്നത് കുറച്ച് മെലിഞ്ഞിട്ടുള്ള ആളും ആൽഫി എന്ന് പറയുന്നത് കുറച്ച് തടിച്ചിട്ടുള്ള ആളുമാണ്. അപ്പോൾ ആദ്യം മെയിനായിട്ട് വരുന്ന ഒരു കമൻറ്റ് ഈ ബോഡി ആണ്. എന്തിനാണ് ഡ്യൂഡിനെ പോലെ മെലിഞ്ഞ ഒരാൾ ഈ തടിച്ച ആൽഫീനെ നോക്കുന്നത്, ഇതിലും നല്ല ആൾക്കാരെ കിട്ടില്ലേ എന്നൊരു സാധനം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇവർ രണ്ടുപേരുമാണ് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കേണ്ടത്, അവർ ജീവിക്കണോ, അവർ സെപ്പറേറ്റഡ് ആവണോ, അവർ നല്ല രീതിയിൽ നിൽക്കണോ, എന്താക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അവർ രണ്ടുപേരും ഇത് ഫ്രണ്ടോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിൽ അവർ ഓക്കെ ആയതുകൊണ്ട്, ഹാപ്പി ആയതുകൊണ്ടാണ് അവർ കല്യാണം കഴിച്ചത്. ദെൻ വൈ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ആൻഡ് ഇവർ ഇന്ന് കണ്ട് നാളെ കെട്ടിയിട്ടുള്ള ടീമല്ല. ഇവർ കുറേ കാലമായി ഡേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിലായിട്ട് പിന്നെ അത് കല്യാണത്തിലോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ബോഡി ഷെയ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ ഹൈറ്റ് കൂടിയ ആൾക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്, അല്ലെ പെണ്ണുങ്ങൾക്ക് ഹൈറ്റ്, ഇപ്പോൾ നൂറിൻ എന്ന് പറയുന്ന ആൾ, അതിൽ നൂറിനാണ് കുറച്ചും കൂടെ ഹൈറ്റ് പാർട്ട്ണർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പുറത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ധാരണയുമില്ല. ഒരു തരത്തിൽ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചിന്തിക്കുന്നവരെ നമുക്കായിട്ട് അത് മാറ്റാൻ പറ്റില്ല. അവരതങ്ങനെ ചിന്തിക്കും. ചിലപ്പോൾ അവരൊരു വീഡിയോ കാണും, എന്ന് പറഞ്ഞ് അവർ കമൻ്റ് ഇടും, അവർ പോകും. പിന്നെ അവരതിൻ്റെ പിന്നാലെ പോയില്ല. അവരുടെ മനസ്സിൽ തോന്നിയ ഒരു സാധനം ഇട്ട് ഇതാക്കി അവർക്ക് എന്താ ഒരു മനസ്സുഖം. അതാണ് കമൻറ്റോളികളുടെ ഒരു നേച്ചർ. സിമ്പിൾ. കാരണം ഈ കമൻ്റ് ഇടുന്ന വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ തരത്തിലുള്ള കമൻ്റ് ഇടുന്ന വ്യക്തികൾക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളത് ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും. ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ ബോഡി റിലേറ്റ് ചെയ്തിട്ട് കമൻ്റ് ഇടുക, ബോഡി ഷേവിങ് ചെയ്യുക, ഇതൊരിക്കലും ഒരു സെൻസിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ പെർട്ടിക്കുലർ ആള് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു സാധനമാണ് ഇഗ്നോർ ചെയ്യുക. കാരണം അവർക്കത് കാണുമ്പോൾ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞു പോയാൽ അവർക്ക് സമാധാനമായി. ഈ കമൻ്റ് എടുക്കുന്ന ആൾ ഈ കമൻറ്റിന് വള്ളി പോലെ പിടിച്ചു വരുന്നില്ല. എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ വരുന്ന ചില അബ്യൂസീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ തിരിച്ച് നല്ലോണം പറയും. ഞാൻ ആഗ്രഹിക്കും എന്തേലും ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് വേണം തിരിച്ചു പറയാൻ. പക്ഷെ ഒന്നും മിണ്ടൂല. കുറച്ച് കഴിയുമ്പോൾ അവരെ വഴിക്ക് പോകും. ഒരു തരത്തിലുള്ളൊരു മാനസിക വിഭ്രാന്തി അവസ്ഥയാണ്. ഇതിന് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് നിനക്ക് പറ്റിയ ഡ്രസ്സൊന്നും അവിടെ നിന്ന് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പം പറയാം, അത് തടി കൊണ്ടായിരിക്കും നിനക്ക് പറ്റിയ ഡ്രസ്സൊന്നും അവിടെ നിന്ന് കിട്ടാത്തത്. ഇവൻ്റെ ഒക്കെ വിചാരം എന്തല്ലേ, ഇവനൊക്കെ അതിന്റെ
താഴെ തന്നെ അവനക്ക് കൊടുക്കാനുള്ളത് നമ്മളെ ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ റിപ്ലൈ കമന്റ്സും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാ ഇവൻ എന്ത് വന്നാലും തടി കൊണ്ടായിരിക്കും ഇവർക്ക് എങ്ങനെയെങ്കിലും എന്താ പറയാ ആൽഫിനെ ഞാൻ കണ്ടത് വെച്ച് ആൽഫി ഒരു ലാർജ് സൈസ്, ഏകദേശം ലാർജ് ടു എക്സ്ട്രാ ലാർജ് ആണ് സൈസ് വരുന്നത്. XL, XXL, XXL അവൈലബിൾ ആയി നിൽക്കുന്ന ഒരു കാലാണിത്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തുണി വാങ്ങി നമുക്ക് നമ്മളെ രീതിയിൽ തുന്നാൻ പറ്റുന്നൊരു കാലാണ്. അപ്പോഴാണ് തുണി കിട്ടൂല, കാരണം നീ തടിച്ചിട്ടായതുകൊണ്ടാണ്. എടോ എന്ത് ആറ്റിറ്റ്യൂഡാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഒരു സിമ്പിൾ കാര്യമാണെങ്കിലും ഓപ്പോസിറ്റിലെ വ്യക്തിയെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഇവരുടെ മാരേജ് കഴിഞ്ഞ ആ ടൈം തൊട്ട്, ഇവൻ എനിക്ക് ഓർമ്മ ഉണ്ട്, ഫസ്റ്റ് ടൈം തൊട്ടിട്ടേ നിങ്ങൾ ഈ കണ്ടിന്യൂസ്ലി ഈ തരത്തിലുള്ള കമൻറ്റ് ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കണം. ഇവരുടെ ഒരു ബോഡി ടൈപ്പും ഇതും എന്താ നോക്കട്ടെ. തടിച്ച ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മെലിഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഇപ്പം ഞാൻ തന്നെ സിമ്പിളായിട്ട് പറയാം, എൻ്റെ പണ്ടത്തെ ഫോട്ടോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ കറൻലി ഞാൻ തടിച്ചു, കാരണം അന്ന് പഠിച്ചുകൊണ്ട് നിൽക്കുക. പഠിക്കുമ്പോൾ നമ്മൾ ഈ മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കൂല. രാവിലെ എണീച്ച് എന്തെങ്കിലും കഴിച്ചിറങ്ങി പോകുന്നു, ഉച്ചയ്ക്കിട്ട് കഴിക്കാൻ നിൽക്കില്ല, ലഞ്ചൊന്നും കൊണ്ടുപോകില്ല, വൈകുന്നേരം കഴിക്കില്ല, ഇങ്ങനൊരു ജീവിതമാണ്. ഇപ്പോൾ കറൻലി വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാൻ ഒരു കൗൺസിലറാണ്, എനിക്ക് ഫുള്ള് മീലാണ്. രാവിലെ ചെന്നാൽ എനിക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, 11 മണിക്ക് എനിക്കൊരു ടീ ആൻഡ് സ്നാക്ക് എനിക്ക് കിട്ടും, ഉച്ചയ്ക്ക് എനിക്ക് ലഞ്ച് കിട്ടും, 4 മണിക്ക് എനിക്ക് കിട്ടും. ഇനി അതിൻ്റെ ഇടയിൽ എൻ്റെ പേഷ്യൻസ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് ഒരു ബോക്സ് ലഡുവൊക്കെ കൊണ്ടുത്തരും. അല്ലാണ്ട് പല പേഷ്യൻസും എന്നെ ബേസിക്കലി അവിടെയുള്ള ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നെ ഒരു കുട്ടിയായിട്ടാണ് കാണുക. അപ്പോൾ ഇവർ കൂടുതലും എനിക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുത്തരും. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ പോയി പണി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്ക് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്താണ് വി ഹാവ് ഓൾ ഫൺ, ഫ്രണ്ട്സ്, വർത്താനം, കമ്പനി, ജോലി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പണി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര എക്സോസ്റ്റഡാണ്. അമ്മ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുഡ് നന്നായി കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുക, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. ഒന്ന് ഇൻസ്റ്റാ റീൽ തോണ്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധനം കണ്ട ഇഷ്ടപ്പെട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കും. പക്ഷെ അതിന് പ്രശ്നവും നീ മെലിഞ്ഞാണാണ് നല്ലത്, തടിച്ചാൽ നീ ആൻറ്റി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട്. ഇവരെയൊക്കെ റോട്ടിലിട്ടങ്ങ് വരയ്ക്കണം. അങ്ങനത്തെ നെഗറ്റീവ് കമന്റിന്റെ റിപ്ലൈ ആണ് ഞാൻ പറഞ്ഞത്. എങ്ങനെങ്കിലും ഡിവോഴ്സ് എന്നുള്ളൊരു വാക്കിലേക്ക് എത്തിക്കണം അല്ലേ? കച്ചറ, അടിപിടി, ഡിവോഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ബിഗ് ബോസിൽ മറ്റേ ഓണവില്ല് തമ്പുരി മീറ്റുന്ന മോഡാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് കാണും ഇല്ല. അപ്പൊ നമ്മളുടെ ഒരു ഹ്യൂമൻസിന്, അത് മലയാളികളെ ഇന്ത്യൻസിനൊന്നും ഞാൻ പറയുന്നില്ല, ബേസിക്കലി ഒരു പണിയും ഇല്ലാത്ത കുറെ ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ അത്ര വലിയ ഹാപ്പനിങ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടവേള സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ആള് ഭയങ്കര ബിസി ആയിരിക്കും, ഇടവേള സമയങ്ങൾ ആനന്ദകരമാക്കാനായിട്ട് ഇങ്ങനെ വല്ലവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും അതൊക്കെ ആയിരിക്കും. ബോസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന ഒരു സാധനമല്ല. ഇവർ രണ്ടുപേരും വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ ചിലപ്പോൾ ഇനി ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇവർ ഡിവോഴ്സ് ആക്കാം. അതൊരിക്കലും നിങ്ങളുടെ വർത്താനോ നിങ്ങളുടെ കമൻറ്റോ അല്ലെങ്കിൽ ആൽഫി തടിച്ചത് കൊണ്ടോ ഒന്നും അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ശരി തന്നെയാണ്. കാരണം ഇവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ ഫുൾ ടൈം ഇൻ്റർനാഷണൽ ട്രിപ്പും ഭയങ്കര ജോളിയായിട്ട് എന്താണ് പറയുക, ഒരു പിശുക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ഫ്രണ്ട്ലി കപ്പിൾസാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇതിൽ കുറേ ചൊറിച്ചിൽ വരുന്ന കുറേ ടീമുകളുണ്ടാവും. കാരണം ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അതിന് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന, അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഒക്കെ എഗെയിൻസ്റ്റ് വന്ന് ചൊറിയുന്ന ആൾക്കാരുണ്ട്, കുശുമ്പടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ ഈ രീതിയിലേ കാണും. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വലിയ കാര്യത്തിൽ കമൻ്റ് ഇടുന്നു, ആ കമൻറ്റിന് അവരെടുക്കുന്ന രീതി ഈ രീതിയാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടൊക്കെ എന്ത് കോക്കനട്ട് കിട്ടാനാണ് ഗൈസ്. സോ കമൻ്റ് ഒക്കെ ഒഴിവാക്കുക. ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ഒരു ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ ആം ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു മോഡിലാണ് പോകുന്നത്. എത്രയോ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട, ഞങ്ങളാണ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷൻ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നോബഡി ക്യാൻ സെപ്പറേറ്റ് ദം. ഓക്കെ, ഞാനും കുഞ്ഞും ഉള്ള എന്താ പറയുക വീഡിയോസ് ആയിരുന്നു പൊളി. ഞങ്ങൾ ആ വീഡിയോസ് ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, ദ തിങ് ഈസ് എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ ആയാലും അവൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ അവൾ കല്യാണം കഴിച്ച് അവളുടെ ലൈഫായിട്ട് പോകും. പിന്നെയും ബാക്ക് ടു നമ്മൾ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പേഴ്സണൽ സ്റ്റെപ്സ് എന്നായിരിക്കും. പിന്നെ അന്നത്തെ പ്രാങ്ക് വേണം, ഞാൻ കുഞ്ഞിനെ പ്രാങ്ക് ചെയ്യുന്ന വേണം. ഗൈസ്, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അവരുടെ വീഡിയോയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ അനിയത്തി സീനാണ്. കാരണം പണ്ട് ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്ന അനിയത്തി
ഇപ്പം ഇവരുടെ ചാനലിൽ തീരെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഭാര്യനെ കിട്ടിയതോടുകൂടി ഡ്യൂഡ് എന്ത് ചെയ്തു, അനിയത്തീനെ ഒഴിവാക്കി. അല്ലെങ്കിൽ ആൽഫി വന്നതോടുകൂടി, അല്ലെങ്കിൽ ആൽഫി എന്ന് പറയുന്ന വ്യക്തി ഡ്യൂഡിനെയും പെങ്ങളെയും ഒഴിവാക്കി. ഈ ഒരു സാധനമാണ് വരുന്നത്. എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും എല്ലാവരുടെയും കൂടെ ഭയങ്കര കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു സ്പേസിൽ നിന്ന് അവൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവൾ വേറൊരു സ്പേസിലോട്ട് വരിക. അവിടെ അവൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്ന, അവളെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന, അവളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവാക്കി നിർത്താൻ പറ്റുന്നത് അവളുടെ പാർട്ട്ണറിന് മാത്രമാണ്. അപ്പോൾ ആ പാർട്ട്ണർ കുറച്ച് എക്സ്ട്രാ അറ്റൻഷൻ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞതുപോലെ ഈ പെങ്ങൾ നാളെയോ മറ്റന്നാളോ കല്യാണം കഴിച്ചു പോകും. അപ്പോൾ ഈ പെങ്ങൾ എന്തായാലും ഇവിടെ വരുന്നില്ലേ ഡ്യൂഡീനെ നോക്കാൻ. അവിടെ ഫുൾ ടൈം ലൈഫ് ലോങ് ആളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് വിത്ത് ദിസ് പെർട്ടിക്കുലർ വുമൺ ആണ്. സോ അവിടെ കുറച്ച് അറ്റൻഷൻ കൊടുത്താൽ പ്രത്യേകിച്ച് അവിടെ ഒരു റീസണും ഇല്ല. പിന്നെ വൈഫ് അത്യാവശ്യം ഈ വ്ളോഗിനോട് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളാകുമ്പോൾ വൈഫ് അവിടെ ഒരു സ്പേസ് എടുക്കും. അത് റെസ്പെക്ട് ചെയ്ത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ബ്രദർ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾ ഇവിടെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആളിപ്പോൾ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ വൈഫിന് കൊടുത്താൽ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഇത് സെയിം സാധനം. ഇഫ് ഞാൻ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോകുന്ന സമയത്ത് ഞാനും ആഗ്രഹിക്കുന്ന എൻ്റെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനമൊക്കെ തന്നെയാണ്. ഇതിന് നിങ്ങളൊരു പരദൂഷണ ലെവലിലോട്ട് കൊണ്ടുപോകണ്ട. പിന്നെ അവരുടെ ഇടയിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, ദാറ്റ്സ് അവരുടെ ഫാമിലി ഇഷ്യൂസാണ്. അത് അവർ തുറന്ന് പറയാത്തടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജീവിതം ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അവരൊരിക്കലും ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അവർ വളരെ ഫണ്ണി ആയിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പിയായി പീസ്ഫുള്ളായി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ട് വലിയ ട്രബിൾസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഗൈസ്, യു ആർ ചമ്മി പോയിരിക്കുന്നു. ബിക്കോസ് ദേ ആർ ലെസ് കെയർ അബൌട്ട് ദിസ്. ഓക്കെ, സോ നമുക്ക് കാണാം. ബൈ.